സോ നമ്മൾ ഗ്ലോബൽ എൻവയൺമെന്റൽ ഇനീഷ്യേറ്റീവ്സ് അതിലാണ് നമ്മളുടെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ അതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തീരുമാനിച്ചത് റാംസാർ കൺവെൻഷൻ ആണ്. ഐ ഹോപ്പ് മൈ സ്ക്രീൻ ഈസ് വിസിബിൾ. സ്ക്രീൻ വിസിബിൾ അല്ലേ? Yes, of course. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് റാംസാർ കൺവെൻഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുക. ഈവൻ ദോ റാംസാർ കൺവെൻഷൻ യുണൈറ്റഡ് നേഷന്റെ ആഭിമുഖ്യത്തിൽ നേരെ നടന്ന പരിപാടി അല്ലെങ്കിൽ പോലും ഒരു ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ റാംസാർ കൺവെൻഷൻ തന്നെയാണ്. 1971 നമ്മളത് പറഞ്ഞിരുന്നു. വെറ്റ്ലാൻഡ് സംരക്ഷിക്കുക, വെറ്റ്ലാൻഡിന്റെ ഒരു പ്രാധാന്യം, ഒരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ്, ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്ത ഒരു കൺവെൻഷൻ ആയിരുന്നു റാംസാർ കൺവെൻഷൻ. റാംസാർ സൈറ്റുകൾ വളരെ പ്രധാനമാണ്. റാംസാർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെറ്റ്ലാൻഡ് പ്രധാനപ്പെട്ട എക്കോളജിക്കൽ ത്രെറ്റ് അനുഭവിക്കുന്ന ഏരിയകൾക്കാണ് നമ്മൾ റാംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞിരുന്നത്. അതിൽ ഇന്ത്യയിലും റാംസാർ സൈറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഒരു റെക്കോർഡിനാണ് നമ്മൾ മോൺട്രക്സ് റെക്കോർഡ് എന്ന് പേര് പറഞ്ഞിരുന്നത്. ആ ടേമുകളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം. പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് എന്തായാലും കിടക്കണം. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് തൊട്ടടുത്ത വർഷം നടന്ന യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ആണ്. അതാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. യുണൈറ്റഡ് നേഷന്റെ കോൺഫറൻസ് ആയിരുന്നു. അതിന്റെ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയൺമെന്റ് എന്നാണ് അതിന് പേര് കൊടുത്തിരുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. ആ നാട് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് നടന്നത്. ആ ഒരു പേരിലാണ് ഇങ്ങനെ ഒരു നെയിം വരാനുള്ള കാരണം. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ് ഒരു ലക്ഷണമൊത്ത യുണൈറ്റഡ് നേഷന്റെ ആദ്യത്തെ കോൺഫറൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. UNCHE എന്ന് പേര് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയൺമെന്റ് എന്നത് തന്നെയാണ് അതിന്റെ ഒറിജിനൽ നെയിം. ബട്ട് നമ്മൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് സൗകര്യപൂർവ്വം അതിനെ വിളിക്കുന്നു എന്ന് മാത്രം. അന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സംഗതികളെ അതിൽ നിങ്ങൾക്ക് ഇതിന്റെ ലോഗവും പേരൊക്കെ ഇവിടെ കാണാൻ പറ്റും. അന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഒന്ന് നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാം. UNEP എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് അന്നായിരുന്നു. UNEP എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് നടന്ന ഒരുപാട് എൻവയോൺമെന്റൽ പ്രോഗ്രാംസിന് ചുക്കാൻ പിടിച്ച, അതിന്റെ കടിഞ്ഞാൻ പിടിച്ച ഒരു ടീമാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അത് അന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ അന്നൊരു 26 പ്രിൻസിപ്പിൾസ് എന്ന രീതിയിലൊക്കെ ഒരു സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനും മറ്റൊക്കെ വന്നിട്ടുണ്ട്. എൻവയോൺമെന്റൽ പോളിസീസ് ശാക്തീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് നടന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ സൈറ്റ് പറഞ്ഞിരുന്നു 973. നിങ്ങൾ റീകോൾ ചെയ്തിട്ടുണ്ടാകും. എൻവയോൺമെന്റിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നമ്മൾ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ, അതിന്റെ പ്രൊട്ടക്ഷൻ, അതിന് സംരക്ഷണം വേണം. അതിനു വേണ്ടിയിട്ട് നടന്ന ഒരു കൺവെൻഷൻ ആയിരുന്നു സയൻസ്. അതിൽ അനെക്സ് 1 കാറ്റഗറിയിൽ വിട്ട ജീവികളും ഫ്ലോറകളും ഫോണുകളും ഉണ്ടായിരുന്നു. അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3 ഈ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. അത് അതിന് നൽകേണ്ട കൺസർവേഷന്റെ ഒരു അളവിന് അനുസരിച്ചാണ് ഈ രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരുന്നത്. ഭയങ്കര പ്രൊട്ടക്ഷൻ നൽകേണ്ടത് അപ്പൻഡിക്സ് 1, ദെൻ അപ്പൻഡിക്സ് 2, അങ്ങനെ ആ രീതിയിലാണ് അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാം. ഇന്റർനാഷണൽ ട്രേഡിലൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങളും മറ്റൊക്കെ വന്നത് നമ്മളുടെ CITES എന്നത് കൂടെ മനസ്സിലാക്കാം. പിന്നെ വിയന്ന കൺവെൻഷൻ ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ടതാണ്. 1985 ഇത് വരുന്നത്. 1987 നമ്മളുടെ പ്രോട്ടോകോൾ വന്നത്, മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് ഓർത്തു വെക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എളുപ്പവഴി, പക്ഷെ അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റൂല അല്ലെ. എന്റെ ബർത്ത്ഡേ 1997 ആണ്. അന്നാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വന്നിട്ടുള്ളത്. തൊട്ട് ഒരു 10 വർഷം മുമ്പ് 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ ആ ഒരു 10 വർഷത്തിന്റെ ഒരു ഇടവേള മനസ്സിൽ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. 1997 ക്യോട്ടോ, 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയലിന് തൊട്ട് മുമ്പ് നമുക്കൊരു കൺവെൻഷൻ വേണം, കൺവെൻഷൻ ഉണ്ടാകണം. അത് അതിന്റെ ഒരു രീതിയാണ്. ഇപ്പോ ഞാനത് നിങ്ങളോട് പറഞ്ഞിരുന്നു, കൺവെൻഷനും പ്രോട്ടോകോളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളെല്ലാരും കൂടെ കൂടിയിരുന്ന് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഉഷാറാക്കണം, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്ന ആ ഒരു പരിപാടിനെ നമുക്ക് വേണമെങ്കിൽ കൺവെൻഷൻ എന്ന് പറയാം. അത് ലീഗലി ബൈൻഡിങ് അല്ല. എല്ലാവർക്കും ഇത്തരം താല്പര്യങ്ങൾ ഉണ്ട്, പ്രകൃതിനെ സംരക്ഷിക്കാനുള്ള താല്പര്യം ഉണ്ട് എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം എന്നുള്ള ഒരു താല്പര്യപ്പെടൽ, ഇതൊക്കെയാണ് കൺവെൻഷനിൽ നടക്കുന്നതെങ്കിൽ അതിനെ ലീഗലി ബൈൻഡിങ് ആക്കുക. നമ്മൾ
കൃത്യമായിട്ട് ഇതിന് റെസ്പോൺസിബിൾ ആണ്, ലീഗലി ബൈൻഡിങ് ആണ്, ഇത് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും എന്ന രീതിയിൽ അതിനെ കൃത്യമായിട്ടൊരു ലീഗലൈസേഷൻ പാർട്ടിലോട്ട് എത്തിക്കുന്നതാണ് നമ്മൾ പറയുന്ന പ്രോട്ടോകോളിൽ സംഭവിക്കുന്നത്. ആ ഒരു മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞിരുന്നു, 1997 പ്രോട്ടോകോൾ ആയിട്ട് വന്ന സാധനം അതിന്റെ കംപ്ലീറ്റ് റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് അതില് എല്ലാ രാജ്യങ്ങളും അതിന്റെ എല്ലാ പോയിന്റുകളും അംഗീകരിച്ച് ഒപ്പുവെക്കുന്ന ഒരു പരിപാടി. ആ റാറ്റിഫിക്കേഷൻ പൂർണ്ണമാകുന്നത് 2005 കൂടെയാണ്. അപ്പൊ അത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് സമ്മതമാണ് എന്ന് എത്തണമെങ്കിൽ, അതിന്റെ ഒരു കംപ്ലീറ്റ് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതാണ് വിയന്ന കഴിഞ്ഞു. പിന്നെ നമ്മളുടെ വിയന്ന നടത്തിയത് UNEP ആണെന്നുള്ളതും മനസ്സിലാക്കുക. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം 1992 സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു UNEP എന്നുള്ളത്. അപ്പോൾ ഓർത്തു വെക്കണം, മനസ്സിൽ വരണം. ദെൻ മോൺട്രിയൽ പ്രോട്ടോകോൾ സിംപ്ലി ഇത്ര ആലോചിക്കുക, മോൺട്രിയൽ എന്ന് പറയുമ്പോൾ ഓസോൺ എന്നുള്ള പേര് മനസ്സിലേക്ക് വരണം. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന് എതിരെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ആദ്യം വേണ്ടത് ഓസോൺ ആണ്, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഇതും നമ്മളെ UNEP ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ 1971 തിരിച്ചു പോകണം. അപ്പോഴാണ് നമ്മളുടെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്നത്. അന്നാണ് UNEP എസ്റ്റാബ്ലിഷ് ചെയ്തത്. അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലെ അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വെറുതെ ചോദിക്കാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ അമെന്റ്മെന്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന്റെ അമെന്റ്മെന്റ് നടന്നത്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ, അല്ലെങ്കിൽ ഓപ്ഷൻസ് തരാം. കോപ്പൻഹാഗൻ, കിഗാലി, ലണ്ടൻ, ഇതിലേത് കോൺഫറൻസിലാണ്? 3 ഓപ്ഷൻ: കിഗാലി, ലണ്ടൻ, കോപ്പൻഹാഗൻ. ഇതിലേതിലാണ് അവസാനത്തെ അമെന്റ്മെന്റ് മോൺട്രിയൽ പ്രോട്ടോകോളിന് നടന്നത്? ഓക്കെ, അനീസ് ആൻസർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ, കിഗാലിയിലാണ് അവസാനത്തെ അമെന്റ്മെന്റ് നടന്നിട്ടുള്ളത്. സോ അമെന്റ്മെന്റ് ഒക്കെ വളരെ പ്രധാനമാണ്. ഒരു PYQ വന്നതാണ്, അതിനാണ് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, ദെൻ മോൺട്രിയൽ പ്രോട്ടോകോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഡിസിഷൻ ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഏതൊക്കെ ഗ്യാസുകൾ ഫേസ് ഔട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചോ അതൊക്കെ ഫേസ് ഔട്ട് ചെയ്യാൻ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിന്റെ അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അമെന്റ്മെന്റുകൾ ഒന്ന് പെട്ടെന്ന് നമുക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അമെന്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ലണ്ടൻ അമെന്റ്മെന്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആഡ് ചെയ്യാത്തൊരു ഭാഗമാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ലണ്ടൻ അമെന്റ്മെന്റ് ആണ് ആദ്യത്തെ അമെന്റ്മെന്റ് ആയിട്ട് വരുന്നത്. 1990. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നു. 1990 ലണ്ടൻ അമെന്റ്മെന്റ് വരുന്നു. ലണ്ടൻ അമെന്റ്മെന്റിൽ സബ്സ്റ്റൻസസ് ടാർഗറ്റഡ്, അതിൽ വരുന്നത് CFCസും ഹാലൻസും കാർബൺ ടെട്രാ ക്ലോറൈഡും മീഥൈൽ ക്ലോറോഫോം ഒക്കെയാണ്. ഇവിടെ ഇതിന്റെ ഒരു പർപ്പസ് എന്തായിരുന്നു വെച്ചാല്, ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ ലിസ്റ്റ് ഒന്നുകൂടെ എന്താക്കി എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ് ലണ്ടൻ അമെന്റ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. പിന്നെ ബ്രോട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ബോർഡ്, എസ്റ്റാബ്ലിഷ് ദ മൾട്ടി ലാറ്ററൽ ഫണ്ട് ഫോർ കംപ്ലൈന്റ് സപ്പോർട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതും ലണ്ടൻ അമെന്റ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട്. ദെൻ കോപ്പൻഹാഗൻ അമെന്റ്മെന്റ് വരുന്നുണ്ട് 1992. ആ ഇയറെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 1992 കോപ്പൻഹാഗൻ അമെന്റ്മെന്റ് വരുന്നു. ദെൻ അതിനുശേഷം 1997 മോൺട്രിയൽ അമെന്റ്മെന്റ് വരുന്നു. ഇതില് സബ്സ്റ്റൻസസ് ടാർഗറ്റഡിൽ HCFC പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. HCFC വരുന്നുണ്ട്, മീഥൈൽ ബ്രോമൈഡ് വരുന്നുണ്ട്. ഇതാണ് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പുതിയ സബ്സ്റ്റൻസസ് ആണ് HCFCയും മീഥൈൽ ബ്രോമൈഡും. പിന്നെ എക്സലറേഷൻ എലിമിനേഷൻ ടൈം ലൈൻസ്, നമ്മൾ എലിമിനേഷൻ ടൈം ലൈൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യണം, ഒന്നുകൂടെ സ്പീഡപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ വന്നത് കോപ്പൻഹാഗൻ അമെന്റ്മെന്റിലാണ്. അതുപോലെ തന്നെ HCFC നമ്മൾ കൺട്രോൾ ചെയ്യാൻ ബിഗാൻ കൺട്രോളിങ് HCFC ആസ് CFC റീപ്ലേസ്മെന്റ്സ്.
CFCക്ക് പകരം HCFCയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അമെന്റ്മെന്റ് കൂടെയായിരുന്നു കോപ്പൻഹേഗൻ അമെന്റ്മെന്റ്. അതിനുശേഷം മോൺട്രിയൽ അമെന്റ്മെന്റ് വരുന്നു. മോൺട്രിയൽ അമെന്റ്മെന്റിൽ പുതിയ സബ്സ്റ്റൻസുകളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ദെൻ അതില് പ്രിവെന്റഡ് ഇല്ലീഗൽ ട്രേഡ്, ഇംപ്രൂവ്ഡ് ട്രാൻസ്പെറൻസി ആൻഡ് എൻഫോഴ്സ്മെന്റ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് മോൺട്രിയൽ അമെന്റ്മെന്റിൽ വരുന്നത്. ലണ്ടൻ അമെന്റ്മെന്റ് വളരെ പ്രധാനമാണ്. കോപ്പൻഹേഗൻ അമെന്റ്മെന്റ് ഓർത്തു വെക്കുക. മോൺട്രിയൽ അമെന്റ്മെന്റ് 1997 ആ വർഷവും ഓർത്തു വെക്കുക. പിന്നെ വരുന്ന അവസാനത്തെ 2 അമെന്റ്മെന്റുകളാണ് 1997 കഴിഞ്ഞാൽ 1999 ബീജിംഗിലെ വെച്ച്, ചൈനയിലെ ബീജിംഗിൽ വെച്ച് നടന്ന പുതിയ അമെന്റ്മെന്റ്. അന്ന് ബ്രോമോ ക്ലോറോ മീഥെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. HCFC കൺസപ്ഷൻ ലിമിറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അന്ന് നടന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ. പിന്നെ സ്ട്രെങ്തൻഡ് കൺട്രോൾ ഓവർ റിമൈനിങ് ODC ക്യാപ്ഡ് HCFCs ഫോർ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ദെൻ ഫൈനൽ വരുന്ന അമെന്റ്മെന്റ് ആണ് കിഗാലി അമെന്റ്മെന്റ്. റവാണ്ടയിലെ കിഗാലിയിൽ 2016 ആ വർഷം ഓർത്ത് വെക്കുക. 2016 അവസാനമായിട്ടുള്ള അമെന്റ്മെന്റ് വരുന്നത്. ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് HFCs നോട്ട് ODC ബട്ട് ഹൈ ഗ്ലോബൽ വാർമിംഗ്. HFC ഫോക്കസ് ചെയ്ത ഒരു അമെന്റ്മെന്റ് കൂടെ ആയിരുന്നു കിഗാലി അമെന്റ്മെന്റ്. HFC ഒരു ODC അല്ലെങ്കിലും ഭയങ്കര ഹൈ ഗ്ലോബൽ വാർമിംഗ് ഗ്യാസുകളിൽ പെട്ട ഒരെണ്ണായിരുന്നു HFC. അതായിരുന്നു ടാർഗറ്റ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസ് ആയിട്ട് അന്ന് ആഡ് ചെയ്യപ്പെട്ടത്. അതിന്റെ പർപ്പസ് എന്തായിരുന്നു? ഫേസ് ഡൗൺ HFC ടു കോംബാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഈവൻ ദോ HFC ഒരു ഡയറക്ട്ലി ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല എങ്കിൽ കൂടെ അതിനെ നമ്മൾക്ക് ഫേസ് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് കിഗാലി അമെന്റ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആയിട്ട്, ഒരു പർപ്പസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ബ്രിഡ്ജിങ് ഓസോൺ ആൻഡ് ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ. ഓസോൺ പ്രൊട്ടക്ഷനും ക്ലൈമറ്റ് പ്രൊട്ടക്ഷനും വേറെ വേറെ ഒരു 2 എൻറ്റിറ്റീസ് അല്ല. അത് നമുക്ക് ബ്രിഡ്ജ് ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള ഒരു സിഗ്നിഫിക്കൻസ് കൂടെ കിഗാലി അമെന്റ്മെന്റിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം HFC ഡയറക്ട്ലി ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പോലും അതിനെ നമ്മൾ ഫേസ് ഡൗൺ ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ കിഗാലി അമെന്റ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ദെൻ പിന്നെ നമ്മൾ ഇന്റർനാഷണൽ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്റർനാഷണൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCC. ആരെങ്കിലും? ഇല്ല. ഇല്ലല്ലേ? ഓക്കെ. ഇതും ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തായിരിക്കും. 1988 IPCC വരുന്നത്. നമ്മൾ IPC എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാണ്. IPCC എന്താ വെച്ചാല് ഇതും യുണൈറ്റഡ് നേഷന്റെ ആഭിമുഖ്യത്തിലുള്ളതാണ്. അതിന്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ഇതിന്റെ പേര്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിനുശേഷം വരുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ഡിസിഷൻസിന്റെ ഒക്കെ ഒരു പിന്നിൽ വർക്ക് ചെയ്ത ഒരു ശക്തി എന്ന നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ IPCCയെ പറയാൻ പറ്റും. എന്താണെന്നുള്ളത് നമുക്ക് പറയാം. 1988 ഫൗണ്ട് ചെയ്യപ്പെട്ട യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ രൂപം കൊണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പാനലായിരുന്നു ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNEP മാത്രമല്ല, WMO, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, WMOയും UNEPയും 2 ടീമിന്റെയും ആഭിമുഖ്യത്തിൽ രൂപം കൊണ്ട ഒരു പാനലാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇവരുടെ പ്രധാനപ്പെട്ട റോൾ എന്താ വെച്ചാല് ഈ പറഞ്ഞ ക്ലൈമറ്റ് സയൻസും പോളിസിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട്, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പേർപ്പസ് ആയിട്ടുണ്ടായിരുന്നത്. ഇൻഫോമിംഗ് ഗ്ലോബൽ ക്ലൈമറ്റ് നെഗോഷിയേഷൻസ് സച്ച് ആസ് ക്യോട്ടോ പ്രോട്ടോകോൾ ആൻഡ് പാരീസ് അഗ്രിമെന്റ്. ഇവരുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താ വെച്ചാൽ ഇവർ റിപ്പോർട്ടുകൾ തയ്യാറാക്കും. ഇപ്പൊ നമ്മള് ഒരു വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇമാജിൻ അല്ല, കറക്റ്റ് ആയിട്ട് തന്നെ. ഇപ്പൊ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നു. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ മുൻപ് എങ്ങനെയായി ക്യോട്ടോ പ്രോട്ടോകോളിലേക്ക് അവർ എത്തുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അന്തരീക്ഷത്തിൽ അതിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ നോർമൽ ലെവലിനേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നൊരു പഠനം സബ്മിറ്റ് ചെയ്യപ്പെടണം. ആ ഒരു പഠനത്തിന്റെ ബേസിലാണ് പിന്നീട് പ്രോട്ടോകോളുകളും മറ്റൊക്കെ വരുന്നത്. സോ അതിന് പിന്നിൽ വർത്തിച്ച ഒരു കോളൊന്ന് കട്ട് ചെയ്യട്ടെ. അതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടീമാണ്, ഒരു പാനലാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇവരാണ് സർവീസസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്ലൈമറ്റ് സയൻസ് ആൻഡ് പോളിസി, ഇൻഫോമിംഗ് ഗ്ലോബൽ ക്ലൈമറ്റ് നെഗോഷിയേഷൻ സച്ച് ആസ് ക്യോട്ടോ പ്രോട്ടോകോൾ ആൻഡ് പാരീസ് അഗ്രിമെന്റ്, പബ്ലിഷസ്
assessment reports every 5 to 7 years that summarizes the global climate science. എന്താണ് ടോട്ടൽ നമ്മളുടെ ഒരു ഗ്ലോബൽ ക്ലൈമറ്റിന്റെ അവസ്ഥ, അതിനെ കൃത്യമായിട്ട് സമ്മറൈസ് ചെയ്യുന്ന ഒരു 5 to 7 yearsലൊക്കെ കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ടീമാണ് IPCC എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ കാതലായിട്ടുള്ള എൻവയൺമെന്റൽ കോൺഫറൻസുകളും എൻവയൺമെന്റൽ പ്രോട്ടോകോളുകളൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നതുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒരു സയന്റിഫിക് അസസ്മെന്റിന്റെ ഒരു ടീമാണ് ഇവരെന്നുള്ളത് മനസ്സിലാക്കാം. ഒരു സയന്റിഫിക് ബോഡിയാണ് ഇവര്, ഒരു പോളിസി മേക്കിംഗ് ടീമൊന്നുമല്ല. ഇവര് ഒരു സയന്റിഫിക് ബോഡിയാണ്. ഇവര് കൃത്യമായിട്ട് ഒരു വിഷയത്തെ പഠിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല ഡിസിഷൻസും വരും എന്നുള്ളതാണ് IPCC. ദെൻ ബേസൽ കൺവെൻഷൻ വന്നിട്ടുണ്ട്. ബേസൽ കൺവെൻഷൻ ഇവരുടെ ആദ്യത്തെ ഒരു റിപ്പോർട്ട്, IPCCന്റെ ആദ്യത്തെ ഒരു റിപ്പോർട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1989-ലാണ്. ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് 1990s-ലാണ്. ദെൻ 1995-ല് ആ ഒരു ഇയറിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു 5 to 7 yearsലൊക്കെ ഇവരുടെ റിപ്പോർട്ടുകൾ വരും. 1995-ല് പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. 1995 ആ ഇയർ ഓർത്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആകും. 1995-ൽ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്കൻഡ് റിപ്പോർട്ട് IPCC പുറപ്പെടുവിക്കുന്നു. ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈവൻ നമ്മളുടെ ക്യോട്ടോ പ്രോട്ടോകോൾ സംഭവിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസുമായി ബന്ധപ്പെട്ട വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് പിന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ വരുന്നത്. 2001-ലും 2007-ലൊക്കെ പല രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 2014-ല് പാരീസ് അഗ്രിമെന്റിലേക്ക് എത്തിച്ച മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലൊരു സയന്റിഫിക് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു ടീം, ഒരു സയന്റിഫിക് ബോഡിയാണ് IPCC എന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലായി. ദെൻ ബേസൽ കൺവെൻഷൻ ഉണ്ട്. ബേസൽ കൺവെൻഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ഹസാർഡസ് വേസ്റ്റുകൾ അതിന്റെ ഡിസ്പോസലൊക്കെ കൺട്രോൾ ചെയ്യാനുണ്ടായിരുന്ന ഒരു കൺവെൻഷനാണ് ബേസൽ കൺവെൻഷൻ. അതിനുശേഷം നമ്മൾ റിയോ സമ്മിറ്റ്, വളരെ പ്രധാനപ്പെട്ട സമ്മിറ്റ് ആണ് റിയോ സമ്മിറ്റ്. റിയോ സമ്മിറ്റിൽ ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്തതാണ്. റിയോ സമ്മിറ്റിന്റെ മറ്റൊരു പേര്, അതിന്റെ റിയൽ നെയിം ആണ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, UNCED, യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അതിന്റെ കീഴിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അജണ്ട 21, റിയോ ഡിക്ലറേഷൻസ്, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്, CBD, UNFCC, UNCCD. ഇതൊക്കെ അന്നത്തെ റിയോ സമ്മിറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ബൈ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനോട് സൈഡ് ലൈൻ ചെയ്ത് വന്ന കാര്യങ്ങളാണ് എന്ന് ചുരുക്കം. അജണ്ട 21, റിയോ ഡിക്ലറേഷൻ ഒക്കെ നമ്മളന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ UNFCC, യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അത് 1994-ലാണ് പ്രാബല്യത്തിൽ വരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു UNFCC-യിൽ സൈൻ ചെയ്ത പാർട്ടി ടീമുകൾക്ക് പറയുന്ന പേരാണ്, കൺട്രീസിന് പറയുന്ന പേരാണ് നമ്മൾ പാർട്ടീസ്. ഈ പാർട്ടീസിന്റെ വർഷാവർഷം അവരുടെ കോൺഫറൻസുകൾ നടക്കും. അതിനാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയാം. ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങളും മറ്റൊക്കെ എടുക്കുന്നത്. ഒരുപാട് നെഗോഷിയേഷൻസ് ഒക്കെ നടക്കുന്നത് ഈ പറഞ്ഞ കോൺഫറൻസ് ഓഫ് പാർട്ടികളാണ്. എല്ലാ വർഷവും നടക്കുന്നുണ്ട്. 2025-ൽ നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. ആമസോൺ മഴക്കാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കാനിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന അസർബൈജാനിലാണ്. അങ്ങനെ എല്ലാ വർഷവും കോപ്പ് മുടങ്ങാതെ അവരുടെ കോൺഫറൻസുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പല കോൺഫറൻസുകളും വളരെ നിർണായകമാകും. കാരണം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല ഡിസിഷൻസിലേക്കുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള കോൺഫറൻസുകളായിരിക്കും, കോൺഫറൻസ് ഓഫ് പാർട്ടീസിലായിരിക്കും. ഇതിന്റെ ഒരു ബേസിക് സാധനം, ഇതിന്റെ ഒരു ബേസിക് ഫ്രെയിംവർക്കാണ് UNFCC. 1994-ലെ UNFCC-യിലാണ് ഈ പറഞ്ഞ കോപ്പുകളൊക്കെ രൂപം കൊള്ളുന്നത്. ഇവരുടെ പാർട്ടീസിന്റെ ഒരു ആനുവൽ മീറ്റിംഗിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ദെൻ ഒന്നാമത്തെ കോപ്പ് ബെർലിനിൽ വെച്ച് നടന്ന കോപ്പാണ്. ബെർലിൻ മാൻഡേറ്റ് എന്നുള്ള പേരിൽ ഒന്നുകൂടെ നമ്മളുടെ ഡിസ്കഷൻസ്, നെഗോഷിയേഷൻസ് സ്ട്രോങ്ങർ ആക്കണം എന്നുള്ള രീതിയിൽ
കുറച്ച് കാര്യങ്ങളൊക്കെ വന്നത് ബെർലിൻ മാൻഡേറ്റിലാണ്. ദെൻ അതിനുശേഷം നമ്മളുടെ ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോ പ്രോട്ടോകോളിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. ഇതൊക്കെ അതിന്റെ അന്ന് അവർ തീരുമാനിച്ച വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാർക്കറ്റ് മെക്കാനിസംസ് ആണ്. അന്ന് തീരുമാനിച്ചതെന്നല്ല, അന്ന് പെർട്ടിക്കുലർ ഡേറ്റിന് തീരുമാനിച്ചതെന്നല്ല, അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ വന്ന കുറച്ച് ട്രേഡിംഗ് മെക്കാനിസംസ് അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസംസ്. ക്യോട്ടോ പ്രോട്ടോകോൾ വെരി സിംപ്ലി ഇത്ര മനസ്സിലാക്കുക, നമ്മളെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ റെഡ്യൂസ് ചെയ്യണം. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണെങ്കിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഫോക്കസ്ഡ് ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ റെഡ്യൂസ് ചെയ്യണം. നമ്മളെ അന്തരീക്ഷത്തില് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മൾ പറഞ്ഞിരുന്നു, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ വെരി നെസസറി ഫോർ ദ എർത്ത്. നമ്മളെ ഭൂമിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. വിത്തൗട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ദ ലൈഫ് വോണ്ട് ബി പോസിബിൾ ഓൺ ദ എർത്ത്. അതും നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾക്ക് നമ്മളുടെ ജീവിതം ആവാസ വ്യവസ്ഥക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാംത്ത് നമ്മളുടെ ഭൂമിക്ക് നൽകുന്നത്, നമ്മളുടെ ഭൂമിക്ക് അങ്ങനെ അനാവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അത് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട സമയത്ത് തന്നെ ഡിഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത സാധനമായിരുന്നു. അതങ്ങനെ അതിന്റെ ഒരു നാച്ചുറൽ ബാലൻസിൽ കുറെ കാലം അങ്ങനെ പോവായിരുന്നു. പിന്നെ മനുഷ്യന്മാര് ഇൻഡസ്ട്രീസ് ഒക്കെ ഇങ്ങനെ വല്ലാണ്ട് അധികം വന്നു. ഇൻഡസ്ട്രീസ് നിന്നൊക്കെ ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആവശ്യത്തിലധികം പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതിന്റെ അളവിനധികം അന്തരീക്ഷത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഇങ്ങനെ അന്തരീക്ഷത്തിൽ അളവിലധികം ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഉണ്ടായപ്പോ എന്തായി, നോർമലി ഞാൻ അന്ന് പിക്ചറൊക്കെ കാണിച്ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മളുടെ ഭൂമിയിലേക്ക് വരുന്ന റേസ്, സൺറൈസിൽ നമ്മൾക്ക് എല്ലാ റേസും നമ്മൾക്ക് ഭൂമിയിൽ എത്തുന്നില്ല. കുറെ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അൾട്രാവയലറ്റ് റേസ് ഒന്നും പരമാവധി ഇങ്ങോട്ട് എത്താതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. വരുന്ന ഇൻഫ്രാറെഡ് റേസിൽ എല്ലാം ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെടുകയല്ല. കുറച്ചെണ്ണം ഇങ്ങനെ നമ്മൾ ഈ ഭൂമിയുടെ ഒരു പന്തലിട്ടതുപോലെയാണ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കളിക്കും. അങ്ങനെ നമ്മളെ ഭൂമിയെ വാമാക്കി നിലനിർത്തും. പിന്നെ എന്താ സംഭവിച്ചു വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കൂടി. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കൂടിയപ്പോ, അളവിലധികം കൂടിയപ്പോ ഈ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന എന്താണ് ഇൻഫ്രാറെഡ് റേസിന് എന്താക്കാൻ പറ്റുന്നില്ല, പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഇൻഫ്രാറെഡ് റേസ് മൊത്തത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ എന്താകുന്നു, അന്തരീക്ഷത്തിന്റെ താപനില കൂടുന്നു. അത് പിന്നീട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക്, ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം എന്ന രീതിയിൽ വന്നൊരു പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അതിനു മുമ്പ് മനസ്സിലാക്കുക, ഈ ക്യോട്ടോ പ്രോട്ടോകോളിലേക്ക് എത്തിച്ചത് നമ്മളുടെ IPCC ആണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നമ്മള് ഫുൾ ഫോം മറന്നുപോയി. IPCCന്റെ റിപ്പോർട്ട്, സയന്റിഫിക് ബോഡി ആയിട്ടുള്ള, എവിടെയായിരുന്നു നമ്മള് IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCCന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് വരുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോ ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കൺട്രോൾ ചെയ്യണമെന്നുള്ള താല്പര്യത്തിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത്. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനിൽ അതും നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബൈൻഡിങ് അല്ല. ഡെവലപ്ഡ് നേഷൻസിന് മാത്രമാണ് ഇത് നിർബന്ധമായിട്ടുള്ളത്. കാരണം അവരാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ അന്തരീക്ഷത്തിൽ ഇത്രയും കൂടാൻ റെസ്പോൺസിബിൾ ആയത് എന്നതുകൊണ്ടാണ് അവരെ മാത്രം എന്താക്കിയത്, ഈ വിഷയത്തിൽ റെസ്പോൺസിബിൾ ആക്കിയത്. പക്ഷെ പിന്നീട് വന്ന അമെന്റ്മെന്റുകളിലൊക്കെ ഡെവലപ്പിംഗ് നേഷൻസിനൊക്കെ അതിനെന്താക്കിയിട്ടുണ്ട്, അതിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി അന്ന് ഇവര് കുറച്ച് കാര്യങ്ങൾ തീരുമാനാക്കിയിട്ടുണ്ട്. കുറച്ച് ഒരു കച്ചവടത്തിന്റെ ഈ നമ്മൾക്ക് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ ഇത്ര യൂണിറ്റേ ഒരു രാജ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണക്ക് വെക്കുന്നു. ഇനി ആ കണക്കിന്റെ അപ്പുറത്തേക്കുള്ള കുറച്ച് ലൂപ്പ് ഹോളുകളാണ് ഈ പറഞ്ഞ മെക്കാനിസംസിലൂടെ, മാർക്കറ്റ് മെക്കാനിസംസിലൂടെ നടക്കുന്നത്. CDM എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡെവലപ്പിംഗ് കൺട്രീസിന് എന്താക്കാം, ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ കൺട്രോൾ ചെയ്യുന്ന പരിപാടികളിലും അല്ലെങ്കിൽ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ പരിപാടികളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചില ഗ്രീൻ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറച്ച് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു അളവ് ഫുൾഫിൽ ചെയ്യാതെ 100 യൂണിറ്റ് ആണ് എമിറ്റ് ചെയ്യാൻ അനുവാദം ഇല്ലെങ്കിൽ ആ 100 എത്തിച്ചിട്ടില്ല, 10 ബാലൻസ് ഉണ്ട്, 90 എമിറ്റ് ചെയ്തിട്ടുള്ളൂ, ആ രാജ്യത്തിന് വേറെ രാജ്യത്തിലേക്ക് അത് എന്താക്കാം, ആ എമിഷനുള്ള ഒരു അധികാരം, അവരുടെ ഒരു കോട്ട, അവരുടെ ആ ഒരു അലവൻസ് എന്താക്കാം, ട്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, രണ്ട് ഡെവലപ്ഡ് നേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസിങ് പ്രോജക്റ്റുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് അവർക്ക് ക്രെഡിറ്റോ മറ്റൊക്കെ കിട്ടും. അതാണ് ക്യോട്ടോ പ്രോട്ടോകോളിലെ ട്രേഡ് മെക്കാനിസംസിലുള്ളത്. ദെൻ പിന്നെ വരുന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അമെന്റ്മെന്റുകൾ. അമെന്റ്മെന്റ് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അമെന്റ്മെന്റ് എന്നുള്ള നിലക്കല്ല, കുറച്ച് ഡിസിഷൻസ് എന്ന നിലക്ക് അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് എന്ന നിലക്ക് നമുക്ക് പറയാം.
അമെന്റ്മെന്റ് മോൺട്രിയൽ പറഞ്ഞതുപോലെ അതേപോലത്തെ അമെന്റ്മെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ സങ്കല്പിക്കേണ്ടതില്ല. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ് 2008 മുതൽ 2012 വരെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 1997 ഇത് വരുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു ഇതിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് 2008 മുതൽ 2012 വരെയാണ്. പിന്നെ മറാക്കിഷ് അക്കോർഡ്സ് 2001 മറാക്കിഷിൽ വെച്ചിട്ട്, മൊറോക്കോയിൽ വെച്ചിട്ട് ഒരു കോപ്പ് നടക്കുന്നുണ്ട്. അത് നമ്മൾ പറയും. അപ്പൊ അന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ് മറാക്കിഷ് അക്കോർഡ്സ്. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ഇംപ്ലിമെന്റേഷൻ, എങ്ങനെ നമ്മളുടെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഇംപ്ലിമെന്റേഷൻ കൃത്യമായിട്ട് നടപ്പിലാക്കാം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും കംപ്ലൈൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയായിരുന്നു മറാക്കിഷ് അക്കോർഡ്. ഇത് 2001 മൊറോക്കോയിലെ മറാക്കിഷിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ വന്ന ഒരു ഡിസിഷനാണ്, വന്നൊരു അമെന്റ്മെന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ 2007 ഇതൊക്കെ ഓരോ കോപ്പുകളാണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ചൊരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നുണ്ട്. അന്നാണ് ബാലി ആക്ഷൻ പ്ലാൻ വരുന്നത്. ബാലി ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്താ? ലോഞ്ച്ഡ് പോസ്റ്റ് ക്യോട്ടോ നെഗോഷിയേഷൻസ് ഇൻക്ലൂഡിംഗ് ഡെവലപ്പിംഗ് കൺട്രീസ്. എങ്ങനെ നമ്മൾ ഇപ്പൊ ഈ ക്യോട്ടോ 2008 കൂടി ഇംപ്ലിമെന്റ് ചെയ്യാണല്ലോ. ഇനി നമുക്ക് എങ്ങനെ ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഈ ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ബാക്കി ഡെവലപ്പിംഗ് കൺട്രീസ്, ഇപ്പൊ നമ്മൾ ഡെവലപ്ഡ് നേഷൻസിനെ മാത്രമാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്, ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ എങ്ങനെ ഇൻക്ലൂഡ് ആക്കാം എന്ന രീതിയിലുള്ള ഡിസ്കഷൻ ഒക്കെ വരുന്നത് ബാലി ആക്ഷൻ പ്ലാനോട് കൂടെയാണ്. ദെൻ ദോഹ അമെന്റ്മെന്റ് വരുന്നു. ഖത്തറിൽ നടന്ന ഒരു കോപ്പാണ്, ഖത്തറിൽ നടന്ന ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. 2012 നടന്നത്. 2012 നടന്ന ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ് ഇതിന്റെ ഒരു സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് തീരുമാനിക്കുന്നത്. 2013 മുതൽ 2020 വരെ. അതിൽ പിന്നെ നിലനിൽക്കുന്ന അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഫേസ് 2008 മുതൽ 2012 വരെയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് ഫേസ് 2013 ജനുവരി 1 മുതൽ 2020 വരെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് ദോഹ അമെന്റ്മെന്റിലാണ് സംഭവിച്ചതെന്നുള്ളത് കൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ക്യോട്ടോ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നടന്ന പ്രധാനപ്പെട്ട കുറച്ച് അമെന്റ്മെന്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഡിസിഷൻസ്. മറാക്കിഷ് അക്കോർഡ്, ബാലി ആക്ഷൻ പ്ലാൻ, അതുപോലെ തന്നെ ദോഹ അമെന്റ്മെന്റ്. ഇനി നമുക്ക് കോപ്പുകൾ, ഇങ്ങനെ കുറച്ച് പെൻഡിങ് ഉള്ള കോപ്പുകൾ നമ്മൾ നോക്കാം. ജസ്റ്റ് ഇതൊന്നും ഞാനിങ്ങനെ റെഡിൽ കൊടുക്കാത്ത കോപ്പുകളൊന്നും അത്ര നിർബന്ധമില്ല. ഇനി ഇൻ കേസ് ക്രോണോളജി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, സാധ്യത ഉണ്ട്. കാരണം ക്രോണോളജി ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് എന്നുള്ളതുകൊണ്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്താണ്. 4ാമത്തെ കോപ്പ് 1998 അർജന്റീനയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഇംപ്ലിമെന്റേഷൻ റൂൾസ് ഫോർ ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിരുന്നത്. എയിംഡ് ദ ഫൈനലൈസ് മെക്കാനിസംസ് ഫോർ എമിഷൻ ട്രേഡിംഗ് ആൻഡ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഞാൻ പറഞ്ഞല്ലോ, ക്യോട്ടോ പ്രോട്ടോകോളിൽ അതിന്റെ ട്രേഡിംഗ് മെക്കാനിസംസ് അന്ന് അതേ വർഷം ആ ഇരിപ്പിലാണ് തീരുമാനിച്ചതല്ല. അതില് ചേഞ്ചസും അതില് ഡിസ്കഷൻസ് ഒക്കെ ഫെർദർ ഓരോ വർഷങ്ങളിലും നടന്നിട്ടുണ്ട്, കുറെ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിലേക്കുള്ള ഡിസ്കഷൻസ് 1998 നടന്ന അർജന്റീനയിൽ നടന്ന പോപ്പിലെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ആയിരുന്നു. 1999 ജർമ്മനിയിൽ വെച്ച് നടന്നതാണ് അടുത്തത്, ബോൺ, ജർമ്മനി. അന്ന് ടോക്ക് സ്റ്റാൾ ഡ്യൂ ടു ദ ഡിസഗ്രിമെന്റ്സ് ഓൺ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം. അന്നത്തെ ഡിസ്കഷൻ എന്തായി, പാതി വഴിക്ക് നിന്നു. ഈ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു പ്രോട്ടോകോള് അതിന്റെ റാറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുക എന്നുള്ളത് ചെറിയ പരിപാടിയല്ല. ഈ നെഗോഷിയേഷൻസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടാകും, അത് ഒരു തീരുമാനത്തിൽ എത്താതെ വരും. അങ്ങനെ അന്നത്തെ ഈ പറഞ്ഞ ബോൺ ജർമ്മനിയിൽ നടന്ന കോൺഫറൻസ് എങ്ങോട്ടും എത്താതെ അവസാനിക്കാണ് ശരിക്കും ഉണ്ടായത്. ടാക്സ് സ്റ്റാൾ ഡ്യൂ ടു ദ ഡിസഗ്രിമെന്റ്സ് ഓൺ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ആൻഡ് ഫണ്ടിങ് പാർട്ട്ലി റെസ്യൂംഡ് ഇൻ ദ ബോൺ ലേറ്റർ. ഇത് പിന്നെ എന്തായിട്ടുണ്ട്, കോപ്പ് 6 എന്ന രീതിയിൽ വീണ്ടും നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. കോപ്പ് 5 കഴിഞ്ഞ് അത് പിന്നെയും തൊട്ടടുത്ത സാധനത്തിൽ തന്നെ അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നടന്നത് 2020 അതിന്റെ കണ്ടിന്യൂഷൻ നടന്നത് കേട്ടോ. ബോണിൽ നടന്നതിന്റെ കണ്ടിന്യൂഷൻ 2020 നടക്കുന്നു. പിന്നെ 2001 കുറച്ച് ഈ റെഡിൽ കൊടുത്തത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു കോപ്പായിരുന്നു. ഇതിലാണ് നമ്മൾ പറഞ്ഞ മെറാക്കിഷ് അക്കോർഡ് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. മൊറോക്കോയിൽ നടന്ന ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. അന്ന് മെറാക്കിഷ് അക്കോർഡ്സ് വരുന്നു. മെറാക്കിഷ് അക്കോർഡ്സ് ഇൻക്ലൂഡഡ് മെക്കാനിസംസ് ഫോർ എമിഷൻ ട്രേഡിംഗ്, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് CDM. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നമ്മളുടെ എങ്ങനെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് റൂൾസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ആണ് മെറാക്കിഷ് അക്കോർഡിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്നതുകൂടെ
ഇതിന്റെ കൂടെ മനസ്സിലാക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വർഷങ്ങളിലൊക്കെ നടക്കുന്ന കോപ്പുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് കാര്യമായിട്ട് നടക്കുന്നത്. 2002 ന്യൂഡൽഹി ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ട്, ഒരു കോപ്പ് നടന്നിട്ടുണ്ട്. അത്ര പ്രധാനപ്പെട്ടതല്ല, പക്ഷെ ഇന്ത്യ എന്നുള്ള നിലയ്ക്ക് ആ ഒരു വർഷം നിങ്ങൾ ഓർത്തു വെക്കുക. 2008 ന്യൂഡൽഹി ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. ദെൻ 2003 ഇറ്റലിയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് അടുത്ത കോപ്പ്. ഇനി നിങ്ങൾ ഇതൊന്ന് ഓർത്തു വെക്കണേ, 2003 ഇതെങ്ങനെ ഓർത്തു വെക്കുക എന്നുള്ളത് മനസ്സിലാക്കി പറഞ്ഞുതരാം. 2003 ഇറ്റലിയിലെ COP9 നടന്നത്. അപ്പൊ അത് എത്രാമത്തെ കോപ്പാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോ വർഷത്തെയും ഓർത്തു വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇപ്പൊ ജസ്റ്റ് ആലോചിച്ച് നോക്കി, മോൺട്രിയൽ 2005 മോൺട്രിയൽ കാനഡയിൽ വെച്ച് നടന്ന കോപ്പ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 995 ആദ്യത്തെ കോപ്പ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ 2005 നടന്ന കോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ 2005, 2006, 2007, 2008, 2009, സോറി 1995 ആദ്യത്തെ നടക്കുന്നത്. 995, 96, 97, 98, 99, 2000. അവിടെ 6 വരുന്നുണ്ട്. ഇവിടെ 2005 5+6, അപ്പൊ 11ാമത്തെ കോപ്പ്. ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി, അല്ലാതെ ഓരോ വർഷങ്ങളായിട്ട് പഠിക്കണമെന്നില്ല. 995 ആദ്യത്തെ കോപ്പ് നടക്കുന്നു, അപ്പൊ 2005 നടക്കുന്ന കോപ്പ് 11ാമത്തെ കോപ്പാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുക. അത് ഞാനത് പറയാൻ കാരണം നേരെ ഇത് ഇപ്പൊ പാരീസ് അഗ്രിമെന്റ് കറക്റ്റ് അതേപോലെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഈ വർഷം വേറെ ഏതെങ്കിലും വരുമോ എന്നുള്ളത് അറിയില്ല. പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് 2021 നടന്ന, സോറി 2015 നടന്ന കോപ്പാണ്. അപ്പൊ ഈ ചോദ്യം ഇതായിരുന്നു, ഫ്രാൻസിൽ നടന്ന 2015 നടന്ന നമ്മളുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എത്രാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ സിംപ്ലി ഇത്ര ആലോചിക്കുക, 2015+6, 2015 കൂടെ ഒരു 6 കൂട്ടി കഴിഞ്ഞാൽ ആ കോപ്പിന്റെ നമ്പർ കിട്ടും. കാരണം ആൾറെഡി 995 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 15 കൂടെ ഒരു 6 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എത്രാമത്തെ കോപ്പാന്നുള്ളത് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, നമ്മള് ന്യൂഡൽഹി, പിന്നെ മിലാൻ, COP9 2003 ഇറ്റലിയിൽ വെച്ച് നടക്കുന്നു. വീണ്ടും അർജന്റീന 2004 നടക്കുന്നു. ദെൻ മോൺട്രിയൽ കാനഡയിൽ വെച്ച് നടക്കുന്നു, 2005. 2005 നടന്ന ഈ പറഞ്ഞ കോപ്പ് കുറച്ച് പ്രധാനപ്പെട്ട കോപ്പാണ്. കാരണം എന്താ, ഫസ്റ്റ് കോപ്പ് ആഫ്റ്റർ ക്യോട്ടോ പ്രോട്ടോകോൾ എൻറ്റേഡ് ഇൻ ടു ഫോഴ്സ്. 2005 ക്യോട്ടോ പ്രോട്ടോകോൾ എൻറ്റേഡ് ഇൻ ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നടന്ന ആദ്യത്തെ കോപ്പായിരുന്നു 2005 മോൺട്രിയൽ കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് നടന്ന COP11. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 2005 മോൺട്രിയൽ, കാനഡ. ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആഫ്റ്റർ എൻറ്റേഡ് ഇൻ ടു ഫേസ് ആദ്യം വന്ന ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് 2002 നമ്മളുടെ മോൺട്രിയൽ കാനഡയിൽ വെച്ച് നടന്ന ഈ ഒരു കോപ്പ് എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ നെയ്റോബിയിൽ വെച്ച് 2006 അടുത്ത കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നു. ആഫ്രിക്ക, വൾണറബിൾ റീജിയൻസ് ഒക്കെ ഇതിന്റെ അഡാപ്റ്റേഷനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് ഫൈനാൻസ് ഡിസ്കഷൻ, ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസിൽ എങ്ങനെ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം, ആ രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ഫൈനാൻസ് ഡിസ്കഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നെയ്റോബിയിലെ ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ്. ദെൻ ബാലി ആക്ഷൻ പ്ലാൻ നമ്മൾ പറഞ്ഞു. നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അമെന്റ്മെന്റ്സിൽ അല്ലെങ്കിൽ ഡിസിഷൻസിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് 2007 നടന്ന ബാലിയിൽ നടന്ന ഈ ഒരു COP. ബാലി ആക്ഷൻ പ്ലാൻ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ്. ഇനി എങ്ങനെ ക്യോട്ടോ അഗ്രിമെന്റിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളതിലേക്കുള്ള നെഗോഷിയേഷൻസ് നടന്നത് 2007 ബാലി കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇൻക്ലൂഡഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ഫ്യൂച്ചർ കമ്മിറ്റ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ നിലവിൽ ഏതേ ഉള്ളൂ, 2008 മുതൽ 2012 വരെ ഉള്ളതിൽ നമ്മൾ ഡെവലപ്ഡ് നേഷൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇനി നമ്മൾ പോസ്റ്റ് ക്യോട്ടോ അഗ്രിമെന്റ്, ഈ ഒരു ഒന്നാമത്തെ കാലയളവിന് ശേഷം നമ്മൾ തുടങ്ങുന്നതിൽ നമുക്ക് എന്താക്കണം, ബാക്കിയുള്ള രാജ്യങ്ങളെ കൂടെ, ഡെവലപ്പിംഗ് കൺട്രീസിനെ കൂടെ ഫ്യൂച്ചർ കമ്മിറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ആക്കണം എന്നൊക്കെയുള്ള താല്പര്യങ്ങൾ വന്നത് 2007 ബാലി ആക്ഷൻ പ്ലാനിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സെറ്റ് റോഡ് മാപ്പ് ഫോർ ന്യൂ ക്ലൈമറ്റ് ഡീൽ ബൈ
2009 2009 കൂടെ പുതിയ ഒരു ക്ലൈമറ്റ് ഡീൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ബാലി ആക്ഷൻ പ്ലാനിൽ വരുന്നു. ദെൻ അതിനുശേഷം വരുന്നതാണ് പോളണ്ടിൽ നടന്ന COP14. അതിനുശേഷം കോപ്പൻഹാഗൻ ഡെൻമാർക്കിലെ സ്ഥലമാണ്. 2009 അതിന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നത്. കോപ്പൻഹാഗൻ അക്കോർഡ് ഉണ്ടാക്കുന്നു. ഒരു പൊളിറ്റിക്കൽ അഗ്രിമെന്റ്, നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അഗ്രിമെന്റ് ആണ്. ഇവിടെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ഒരു 2°C റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് കോപ്പൻഹാഗൻ കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അത് വരും. കോപ്പൻഹാഗൻ അക്കോർഡാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം. കോപ്പൻഹാഗനിൽ നടന്ന ആ ഒരു ഡെൻമാർക്കിൽ നടന്ന ആ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കോപ്പൻഹാഗൻ അക്കോർഡാണ്. അതിനുശേഷം മെക്സിക്കോയിൽ COP16 നടക്കുന്നു. കോപ്പൻഹാഗൻ ഔട്ട്കംസിനെ ഫോർമലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ഡിസ്കഷൻ. ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് COP16 ദെൻ 2011 COP17 വരുന്നു. ഡർബൻ, സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ വെച്ചാണ് നടക്കുന്നത്. ഡർബൻ പ്ലാറ്റ്ഫോം യൂണിവേഴ്സൽ ക്ലൈമറ്റ് അഗ്രിമെന്റ് ബൈ 2015. ഇതൊന്നും അത്ര പ്രധാനമല്ല. അതിന്റെ ഇയറും എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. ദെൻ 2012 ദോഹയിലെ ഖത്തറിൽ വെച്ച് അടുത്ത ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നു. ഇത് പ്രധാനമാണ്. നമ്മളുടെ കമ്മിറ്റ്മെന്റ് പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത് ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ കമ്മിറ്റ്മെന്റ്സ് നമ്മൾ 2020 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. 2013 മുതൽ 20 വരെയുള്ള ഒരു പുതിയ ഒരു സെക്കൻഡ് കാലയളവ് ക്രമീകരിച്ചത് 2012 നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 18 ദോഹയിൽ വെച്ചാണ് നടന്നത്. വർഷവും ഓർത്തു വെക്കുക, രാജ്യവും ഓർത്തു വെക്കുക. Agreed on further rules for the emission reductions and reporting. ദെൻ വാർസോയില് അടുത്ത 2013 നടക്കുന്നു. പോളണ്ടിലുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് വരാനുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ പാരീസ് അഗ്രിമെന്റ് ആണ്. അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനു മുമ്പുള്ള 1-2 എണ്ണത്തിലൊക്കെ കാര്യമായിട്ട് ഉണ്ടാവുക. പിന്നെ 2015 വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ പാരീസ് അഗ്രിമെന്റ് അതിലേക്കൊക്കെ കാരണമായിട്ടുള്ള നമ്മളുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 21 നടക്കും. എന്താണ് പാരീസ് അഗ്രിമെന്റ് എന്നതൊക്കെ വളരെ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ. എയിം ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു ബിലോ 2°C, ഐഡിയലി 1.5°C. രണ്ടായിരത്തിന് ശേഷം നടന്ന വളരെ പ്രധാനപ്പെട്ട ക്യോട്ടോ പ്രോട്ടോകോളിന് ശേഷം നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 21 ആണ്. ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2°C. അത് കുറച്ച് മുമ്പേ വരുന്ന ഡിസ്കഷൻ ആണ്. നമ്മളുടെ മെക്സിക്കോയിൽ നടന്ന ആ ഒരു ഡിസ്കഷനിലും അതിന് തൊട്ട് മുമ്പ് നടന്ന കോപ്പൻഹാഗൻ അക്കോർഡിലൊക്കെ 2°C എന്ന് പറയുന്ന ഒരു സംഗതി കാര്യമായിട്ട് വരുന്നുണ്ട്. നമ്മളെ വാർമിംഗ് ലിമിറ്റ്, ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് 2°C എങ്കിലും കുറക്കണം. ആ ഒരു സാധനം വീണ്ടും 2015 തുടങ്ങി, COP16 തുടങ്ങി, COP17 മറ്റൊക്കെ അത് COP15 സ്റ്റാർട്ട് ചെയ്ത് 16 അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഭയങ്കര സ്ട്രെങ്തൻഡ് ആകുന്നു. പിന്നെ 2015 എത്തിയപ്പോൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് രൂപത്തിലേക്ക് എത്താണ് COP21 ഇതെന്താണ് ഈ 2°C എന്ന ഒരു സംഗതി എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എയിം ടു ലിമിറ്റ് വാർമിംഗ് ടു ബിലോ 2°C. ഇതാണ് പറയുന്നത്. ഐഡിയലി 1.5°C. ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് നമ്മളുടെ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് 1950 1900 എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? ആ ഒരു ബേസ് ലൈനിലേക്കാൾ നമ്മൾ കുറച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു 2°C എന്ന് പറയുന്ന ഈ ഒരു കണക്കിൽ അവർ പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് 2°C ഇതിന്റെ ഒരു സയൻസ് പറയുകയാണെങ്കിൽ സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് ഒരു 2°C കൂടുതൽ ആവുകയാണെങ്കിൽ അത് ഭയങ്കര കറ്റാസ്ട്രോഫിക് ആണ്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് സോഷ്യൽ
കോൺസിക്വൻസസ് ഉണ്ടാക്കും. സോ നമ്മൾ ആ ഒരു 2 ഡിഗ്രി എന്തായാലും കുറച്ച് കൊണ്ടുവരണം. അതിന്റെ ആ ഒരു ബേസ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്? ഇതിന്റെ ഈ പറഞ്ഞ 1990-കളിലൊക്കെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ബേസ് ലൈനിലോട്ട് നമ്മൾ കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു 2 ഡിഗ്രി സെൽഷ്യസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനൊരു പ്രിഫറൻസ് കൂടെ കൊടുക്കുന്നുണ്ട്, 1.5 ഡിഗ്രി സെൽഷ്യസ്. 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടുതൽ സേഫർ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. 1.5 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു 2 ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് പാരീസ് അഗ്രിമെന്റിൽ അവര് അതിന്റെ അഡോപ്ഷനിൽ കൃത്യമായിട്ട് എയിം ചെയ്തിരുന്ന ഒരു ലിമിറ്റ് ആണ്. എയിം ടു ലിമിറ്റ് വാർമിംഗ് ടു ബിലോ 2 ഡിഗ്രി സെൽഷ്യസ്, ഐഡിയലി 1.5 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഇതിൽ തന്നെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, നമ്മളുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്ത്യയും ഫ്രാൻസൊക്കെ കൈകൊടുത്ത സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അത് ഞാനിതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് അടുത്തതിൽ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ആക്കാം. അതിനുശേഷം പിന്നെ വീണ്ടും മറാക്കിഷില്, മൊറോക്കോയിൽ അടുത്ത COP22 വരുന്നു. പാരീസ് അഗ്രിമെന്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇതിൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കോപ്പ് നടക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ അതിന്റെ ഇംപ്ലിമെന്റേഷനുമായി അതിന്റെ ഒരു ചട്ടക്കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നെഗോഷിയേഷൻസ് നടക്കും. സ്വാഭാവികമായിട്ട് അതിന് ശേഷം നടക്കുന്ന കോപ്പുകളിൽ അതിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും. അത് അതിന്റെ ഒരു രീതി എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ കഴിഞ്ഞു, തൊട്ടടുത്ത വർഷം നടന്ന കോപ്പിൽ അവരതിന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ദെൻ 2017 COP23 നടക്കുന്നുണ്ട്. 2018 COP24 നടക്കുന്നു. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ ഓർത്ത് വെച്ചാൽ 2018 നടന്നതാണെങ്കിൽ 2018+6, അപ്പൊ ആ ഒരു എത്രാമത്തെ കോപ്പാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പാരീസ് റൂൾ ബുക്ക് ഫൈനലൈസ് ചെയ്യപ്പെടുന്ന 2018 പോളണ്ടിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ്. ദെൻ 2019 COP25 നടക്കുന്നു. സ്പെയിനിലെ മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പേരും അതിന്റെ ഇയറും ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അത് ഇൻ കേസ് വരികയാണെങ്കിൽ നമ്മൾക്ക് പണി വരരുത്. പിന്നെ UK നടന്ന ഗ്ലാസ്ഗോയിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് 2021 പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടി. COP26 ആയിരുന്നു അത്. അതിനുശേഷം നടന്നത് ഈജിപ്തിലാണ്. ഷർം അൽ ഷെയ്ഖ് 2022 നടന്നതാണ്. agreed to establish a loss and damage fund to help vulnerable countries. Vulnerable countries-നെ ക്ലൈമറ്റ് ആക്ഷൻസിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, ഈ ഒരു ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2022 നടന്ന COP27 ആണ്. അതും പുറത്തു വെക്കുക. ദെൻ UAE നടന്നതാണ് നമ്മളുടെ COP28. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് അസസിങ് ഓവറോൾ പ്രോഗ്രസ് അണ്ടർ പാരീസ് അഗ്രിമെന്റ്. പാരീസ് അഗ്രിമെന്റിന്റെ കീഴിൽ എടുത്ത തീരുമാനങ്ങളിലേക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് അതിനെ അസസ് ചെയ്യാനുള്ള ഒരു ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്, നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോക്ക് ടേക്ക് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ടേക്ക് എന്ന് പറയുന്നത് 2023 നടന്ന COP28 ആണ്. ദുബായിൽ നടന്നതാണ്. UAE നടന്ന 2023 നടന്ന COP28 ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ എടുക്കുന്നത്. ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ആദ്യം നടക്കുന്നത് 2023 നടന്ന COP28 ആണെന്നുള്ളത് ഓർത്തു വെക്കുക. റിന്യൂവബിൾ എനർജി 2030 ആവുമ്പോഴേക്ക് അതിന്റെ ട്രിപ്ലിംഗ് നടത്തണം എന്ന രീതിയിലൊക്കെ അതിനൊക്കെ ചെയ്തൊരു കോൺഫറൻസ് ഓഫ് പാർട്ടി ആയിരുന്നു 2023 COP29. ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ ജസ്റ്റ് ട്രാൻസിഷൻ ഫ്രം ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഒക്കെ ഹൈലൈറ്റ് ചെയ്തത് ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ്. അതിനുശേഷം 2024 ബാക്കു, അസർബൈജാനിലെ ബാക്കുവിലാണ് 2024 നമ്മൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് 2024 ബാക്കു അസർബൈജാനിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29. ആക്ഷൻ വൈസ് അത്ര പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നതല്ല, ബട്ട് ഹവർ ഏറ്റവും റീസെന്റ് എന്ന നിലയ്ക്ക് ഇതും കൃത്യമായിട്ട് ഓർത്തു വെക്കാം. പുഷ് കൺട്രീസ് ടു സ്ട്രെങ്തൻ ദയർ ക്ലൈമറ്റ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ് ഓഫ് COP28.
ഇവിടെ നമ്മൾ അസസ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഈ പറഞ്ഞ 2023 കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ് നമുക്ക് തീരുമാനമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബേസിൽ ക്ലൈമറ്റ് ആക്ഷൻസ് ഒക്കെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാന്നൊക്കെയുള്ളതാണ് 2024 നടന്ന അസർബൈജാനിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ക്ലൈമറ്റ് ഫിനാൻസ് അഡാപ്റ്റേഷൻ ആൻഡ് ലോസ് ആൻഡ് ഡാമേജ്. ലോസ് ആൻഡ് ഡാമേജ് നമ്മൾ ഏത് വർഷം എടുത്തായിരുന്നു? ഈജിപ്തിൽ 2022 നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അതിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാന്നൊക്കെയുള്ളതായിരുന്നു അസർബൈജാനിൽ നടന്ന ക്ലൈമറ്റ് ആക്ഷന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. 2035 ക്ലൈമറ്റ് ഗോൾസ് എന്ന ഒരു കാര്യത്തിന് പ്രിപ്പയർഡ് ആകുക എന്നുള്ളത് കൂടെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ടു സബ്മിറ്റ് അറ്റ് COP30 ബ്രസീൽ 2025. ഇനി നടക്കാനുള്ളത് ബ്രസീലിലാണ് ഇനി നടക്കാനുള്ള കോപ്പ്. ഏകദേശം സെപ്റ്റംബറിലേക്കാണ് ഇതിന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കാറുള്ളത്. COP30 ആണ് ഇനി നടക്കാനുള്ളത്, ബ്രസീലിലാണ്. അതിൽ ആമസോണിയ എന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. ആമസോൺ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ ആയിട്ട് വരുന്ന ഒരു കോൺഫറൻസ് ആണ് ഇനി നടക്കാനിരിക്കുന്നത്. കൺട്രീസ് മസ്റ്റ് സബ്മിറ്റ് ന്യൂ ആൻഡ് മോർ അംബീഷ്യസ് ക്ലൈമറ്റ് ഗോൾസ് ഫോർ ദ ഇയർ 2035. 2035 കുറച്ചുകൂടെ അംബീഷ്യസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഗോൾസ് ഓരോ രാജ്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. NDCs ഓരോ രാജ്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആക്ഷൻസ് അതിന്റെ അംബീഷ്യസ് ആയിട്ട് അവര് ഒരു പ്രപ്പോസൽ തരണം. 2035 അവർ എവിടെ എത്തി നിൽക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു 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 കാര്യം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഇനി വരുന്ന 2025 നടക്കാനുള്ള നമ്മളുടെ ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പിന്നെ എംഫസിസ് ഓൺ പ്രൊട്ടക്ടിങ് ദ ആമസോൺ, കൺസർവിങ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സപ്പോർട്ടിങ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്. ഇനി ആമസോണിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 വരാനിരിക്കുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് അതിൽ പ്രധാനപ്പെട്ട ഡിസ്കഷനിൽ വരുന്നു. മാർക്സ് 10 year സിൻസ് ദ പാരീസ് അഗ്രിമെന്റ് ആൻഡ് സെർവ്സ് ആസ് എ കീ മൊമെന്റ് ടു റിവ്യൂ പ്രോഗ്രസ് ആൻഡ് റേസ് അംബിഷൻ. അപ്പൊ നമ്മൾ 2015 ഇതിനു മുമ്പ് നടന്ന വളരെ പ്രധാനപ്പെട്ട പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ കോൺഫറൻസ് നടന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു 10th ആനിവേഴ്സറി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്നതാണ് 1535 അല്ലല്ലോ അല്ലെ. മാർക്സ് 10 years ആഫ്റ്റർ എവിടെ മിസ്സിംഗ് ഉണ്ടല്ലോ. 2015 നടന്നത്. 2015 10 years അല്ലല്ലോ, സോറി, അതൊരു മിസ്റ്റേക്ക് ആണ്. 15 years ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അപ്പൊ നടക്കാനിരിക്കുന്നത് നമ്മളുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 ആണ്. നിങ്ങൾ കൂടെ മനസ്സിലാക്കാം. ഈ കോപ്പുകൾ ഓരോന്നും നിർബന്ധമല്ല, പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട കുറെ കോപ്പുകൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ PDF അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ റെഡിങ്ങിൽ കൊടുത്തിട്ടുള്ള കോപ്പുകൾ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. അതും അതിന്റെ ഇയറും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. പറ്റുമെങ്കിൽ ബാക്കിയുള്ള കോപ്പുകളുടെയൊക്കെ നെയിംസും ഓർത്തു വെക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺസേൺസോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിനത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. സർ, ഫസ്റ്റത്തെ 2-3 സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കാമോ? ആദ്യത്തെ സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പാർട്ടാണോ? യെസ്, ഇന്നിപ്പോ കാണിച്ചതിലെ ആദ്യത്തെ ഒരു 3 slides. റാംസാർ കൺവെൻഷൻ, വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നടന്ന ആദ്യത്തെ ഒരു ഗ്ലോബൽ ഇന്റർനാഷണൽ ഒരു കൺവെൻഷൻ ആയിരുന്നു റാംസാർ കൺവെൻഷൻ. റാംസാർ സൈറ്റുകൾ അന്ന് കണ്ടെത്തപ്പെട്ടു. നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ഇമ്പോർട്ടൻസ് നൽകേണ്ട, പ്രൊട്ടക്ട് ചെയ്യേണ്ട, എക്കോളജിക്കൽ ത്രെറ്റ് നേരിടുന്ന വെറ്റ്ലാൻഡുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡാണ് മോൺട്രെക്സ് റെക്കോർഡ്. അതിൽ പെടുന്ന സൈറ്റുകൾക്കാണ് നമ്മൾ റാംസാർ സൈറ്റ് എന്ന് പറയാം. ആദ്യം നടന്ന ഒരു കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. യുണൈറ്റഡ് നേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കോൺഫറൻസ് ആണ്. ഇതന്നെയാണോ നിങ്ങൾ ചോദിച്ചത്? പിന്നെ ഇന്നലെ നൈറ്റിലുണ്ടായ ക്ലാസിന്റെ യൂട്യൂബ് ഇട്ടില്ലല്ലോ. ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിങ്ക് ഞാൻ ഔട്ട് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാനത് അയക്കാം. ഓക്കെ. ഓക്കെ. Anyway, thank you all. Thank you for your time.